ഹായ് മുത്തുമണികളെ, പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ചമ്മന്തിയാണ്. അത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ അവതരിപ്പിക്കുകയാണ് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ. അപ്പം സംഭവം കിടുക്കാച്ച ഐറ്റമാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ അതിനു മുമ്പ് നമ്മൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് കൂട്ടുകാരെ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്, അത് നിങ്ങൾ മറക്കരുത്. പിന്നെ എന്തെങ്കിലും പറയാനുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കണം. എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോയാലോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നതാണ്. കുറച്ച് മതി വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു നുള്ള് കടുവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്ന ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മുളകൊക്കെ ഒന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ കൂടുതലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതിനു മുമ്പേ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ അതേ എണ്ണയിലേക്ക് ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്ന പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞ്, അതും കൂടെ ചേർത്ത് കൊടുക്കും. ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തക്കാളിയാണ്. ഇത് ഏകദേശം ഒരു ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ കൂട്ടുകാര്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. എപ്പോഴും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ സവാളയും ഒക്കെ ഒന്ന് വഴന്നു വന്നു. ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പേരയാണ്. തേങ്ങ തിരികെ എടുത്തത്. ഇത് ഏകദേശം ഒരു അരമുറി തേങ്ങയുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്ന പറഞ്ഞാൽ കുറച്ച് മല്ലിയിലയാണ്. ഇത് ഇന്നലെ വാങ്ങിച്ചതാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഈ ഒരു പരുവായി പോയി. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഇറക്കി കുറച്ചു നേരം ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഇടുന്നത്, നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന മുളകാണ്, വറ്റൽ മുളക്. അതിട്ട് കൊടുക്കാം നമുക്ക് ആദ്യം. ഇനി നമുക്ക് നേരത്തെ കുറച്ചിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. കുറേ നാളുകൾക്ക് മുമ്പ് വൈറലായ ഒരു റെസിപ്പിയാണ്. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ചിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ട് കൂട്ടുകാരെ, ഒരു വട്ടം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. ചമ്മന്തി ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഈ ഒരു ചമ്മന്തി ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയാണ്.